ക്രിക്കറ്റിന്റെ യഥാർത്ഥ സൗന്ദര്യം T20 ക്രിക്കറ്റിനല്ല, അത് ടെസ്റ്റ് ക്രിക്കറ്റിനാണ്. കാലം എത്ര കഴിഞ്ഞാലും അത് മാറുകയുമില്ല. സംശയമുള്ളവർ ഇന്ന് അവസാനിച്ച ഇന്ത്യ ഇംഗ്ലണ്ട് സീരീസിലെ അവസാന മത്സരത്തിലേക്കൊന്ന് നോക്കിയാൽ മതി. 4 വിക്കറ്റും ഒരു ദിനവും അവശേഷിക്കെ ഇംഗ്ലണ്ടിന് അവരുടെ നാട്ടിൽ ജയിക്കാൻ വേണ്ടത് വെറും 35 റൺസാണ്. എന്നാൽ ഹൈദരാബാദിന്റെ തെരുവുകളിൽ പന്തെറിഞ്ഞു നടന്നിരുന്ന ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഫാസ്റ്റ് ബൗളർ എന്ന് വിശേഷിപ്പിക്കാവുന്ന മുഹമ്മദ് സിറാജ് എന്ന മിയാന് മുന്നിൽ ഇംഗ്ലീഷ് ബാറ്റിംഗ് നിര തകർന്നടിയുന്നു. 3-1 ഇന്ത്യയെ അരിഞ്ഞു വീഴ്ത്തി പരമ്പര സ്വന്തമാക്കാമെന്ന ഇംഗ്ലീഷ് താരങ്ങളുടെ മോഹത്തിനുമേൽ 2-2 ഇന്ത്യ ഇംഗ്ലണ്ടിൽ ഒരു സീരീസ് സമനിലയിലാക്കുന്നു. വിജയത്തോളം പോകുന്നൊരു സമനില. എന്തുകൊണ്ട് ഈ വിജയം സെലിബ്രേറ്റ് ചെയ്യപ്പെടണമെന്ന് ചോദിച്ചാൽ, സീനിയർ താരങ്ങൾ വിരമിച്ച ശേഷം പുതിയൊരു ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന് കീഴിൽ അക്ഷരാർത്ഥത്തിൽ പുതിയൊരു നിരയുമായാണ് ഇന്ത്യ ഇംഗ്ലണ്ടിലേക്ക് വിമാനം കയറുന്നത്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള പ്രതീക്ഷയൊന്നും തന്നെ ആരാധകരും വെച്ചു പുലർത്തിയിരുന്നില്ല. പ്രധാന ബൗളർ ബുംറ 5 മത്സരവും കളിക്കില്ല എന്ന് ടീം നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ പരിചയസമ്പന്നതയേറെയുള്ള മുഹമ്മദ് സിറാജിനായിരുന്നു ഇന്ത്യൻ പേസിന്റെ എല്ലാ ഭാരവും ഉണ്ടായിരുന്നത്. ഇംഗ്ലണ്ടിന്റെ ബൗളിങ്ങിന് മുന്നിൽ മുട്ടിടിക്കാറുള്ള ബാറ്റർമാരുടെ കാലം കഴിഞ്ഞു എന്ന് ശുഭ്മാൻ ഗില്ലും യശസ്വി ജയ്സ്വാളും ഋഷഭ് പന്തും KL രാഹുലും രവീന്ദ്ര ജഡേജയും വാഷിംഗ്ടൺ സുന്ദറും അടക്കമുള്ള ഇന്ത്യൻ ബാറ്റർമാർ തെളിയിച്ചു കൊടുക്കുന്നു. എന്നാൽ ബൗളിങ്ങിൽ സിറാജ് ഒഴികെയുള്ളവരെല്ലാം തന്നെ സ്ഥിരത പുലർത്താത്തത് കൊണ്ട് തന്നെ ഇന്ത്യ 3-1 ഈ സീരീസ് കൈവിടുമെന്ന പ്രതീതി സൃഷ്ടിക്കുന്നു. എന്നാൽ ബുംറയില്ലാത്ത ഇന്ത്യൻ ബൗളിങ്ങിനെ അയാൾ ഒറ്റയ്ക്ക് നെഞ്ചിലേറ്റുന്നു. സിറാജ് ഓരോ പന്തും എറിഞ്ഞത് ഹൃദയം കൊണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 1000-ന് മുകളിൽ പന്തുകൾ അയാൾ ഈ 5 മത്സരങ്ങളിലും എറിഞ്ഞു. ഓരോ മത്സരത്തിലും വിശ്രമമില്ലാത്ത തിരയെ പോലെ അയാൾ അസ്ത്രങ്ങൾ തൊടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ 22 വിക്കറ്റുകളുമായി ഈ പരമ്പരയിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത താരവുമായി സിറാജ് മാറി. ഇംഗ്ലണ്ടിന്റെ ബേസ്ബോൾ ക്രിക്കറ്റിന്റെ ഇരയിൽ ടെസ്റ്റ് ക്രിക്കറ്റ് ഇനിയും ഫാസ്റ്റ് ബൗളർമാർ നിയന്ത്രിക്കുമെന്ന ഒരു പ്രഖ്യാപനം കൂടി DSP മുഹമ്മദ് സിറാജ് നൽകുകയാണ്. ക്യാപ്റ്റൻ എന്ന നിലയിൽ ശുഭ്മാൻ ഗില്ലിനും ഇത് ഗംഭീര ടെസ്റ്റ് സീരീസായി മാറുന്നു. രോഹിത്തും വിരാടും ഒഴിച്ചിട്ട ഇടങ്ങളിൽ ഇന്ത്യൻ ടീമിൽ അവകാശികളുണ്ട്. അത് ഇംഗ്ലണ്ടിൽ ഇന്ത്യൻ ടീം തെളിയിച്ചിരിക്കുകയാണ്.